പരിശുദ്ധ കന്യകാ മാതാവിന്റെ വണക്കമാസം 21-ാം ദിവസം. ലോകരക്ഷകനായ മിശിഹായെ മാതൃവാത്സല്യത്തോടുകൂടി ദിവ്യജനനെ വളർത്തിക്കൊണ്ടുവന്നു. 30-ാമത്തെ വയസ്സുവരെ പരിശുദ്ധ കന്യകയോട് കൂടിയാണ് ഈശോ വസിച്ചത്. എന്നാൽ 30 വയസ്സായപ്പോൾ അവിടുന്ന് പരസ്യജീവിതം സമാരംഭിച്ചു. പരിശുദ്ധ കന്യകയുടെ പക്കൽ ചെന്ന് ഈശോ യാത്ര പറഞ്ഞപ്പോൾ പരിശുദ്ധ കന്യകയുടെ മാതൃഹൃദയം വളരെ വേദനിച്ചിരുന്നുവെന്ന് ചരിത്രകാരന്മാർ പറയപ്പെടുന്നു. പരിശുദ്ധ കന്യക പിന്നീട് ഏകാന്തമായൊരു ജീവിതം നയിച്ചു എന്ന് കരുതാൻ പാടില്ല. ക്രിസ്തുവിന്റെ പരസ്യജീവിതകാലത്ത് മേരി അവിടുത്തോട് സജീവമായി സഹകരിച്ചിരുന്നു. പല ഭക്തസ്ത്രീകളും ഈശോയെ അനുഗമിച്ചിരുന്നതായി ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല അവസരങ്ങളിലും പരിശുദ്ധ കന്യക മിശിഹായുടെ പ്രവർത്തന രംഗങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ കന്യകയും ഈശോയും അവിടുത്തെ ശിഷ്യന്മാരും സംബന്ധിച്ചിരുന്നു. കൂടാതെ മറ്റൊരു അവസരത്തിൽ ഈശോയെ കാണുവാനായി പരിശുദ്ധ കന്യകയും ഈശോയുടെ സഹോദരന്മാരും ചെന്നതായി നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട്. പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് പ്രഭാഷണം നടത്തുന്ന അവസരത്തിൽ ജനങ്ങൾ ചോദിക്കുന്നു, ഇവന്റെ അമ്മയും നമ്മോട് കൂടെയില്ലേ? ഇപ്രകാരം പരിശുദ്ധ കന്യക ഈശോയുടെ പരസ്യജീവിതകാലത്ത് അവിടുത്തെ സന്തത സഹചാരിണിയായി ആത്മരക്ഷയ്ക്കുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിച്ചു. ഇന്നത്തെ കത്തോലിക്കരോടും ദിവ്യസുതൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുക എന്നതാണ് ദിവ്യജനനി അരുളി ചെയ്യുന്നത്. മക്കളായ നമ്മുടെ ആത്മരക്ഷയിൽ മാതാവിന് അത്യധികമായ താല്പര്യമുണ്ട്. ജപം. ദൈവമാതാവേ, അവിടുന്ന് ഈശോയുടെ പരസ്യജീവിതകാലത്ത് ഈശോയുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ട് രക്ഷാകര കർമ്മത്തിൽ സഹകരിച്ചല്ലോ. ദിവ്യമാതാവേ, ഞങ്ങളും ആത്മാക്കളുടെ രക്ഷയിൽ തീക്ഷ്ണതയുള്ളവരായി ജീവിക്കുവാൻ സഹായിക്കണമേ. അവിടുത്തെ ദിവ്യസുതന്റെ സുവിശേഷ പ്രബോധനങ്ങൾ അറിയാത്തവരെയും അതിനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നവരെയും പാപികളെയും അങ്ങേ ദിവ്യകുമാരന്റെ സൗദ്യത്തിലേക്ക് ആനയിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ അവിടുത്തെ പരസ്നേഹവും സേവന ചൈതന്യവും പ്രകാശിതമാകുന്നു. ഞങ്ങളും അങ്ങേ അനുകരിച്ച് പ്രവർത്തിക്കുവാൻ പ്രാപ്തരാക്കണമേ. സുഹൃത ജപം. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.